യെസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലായിടത്തും ചൂടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, എല്ലാവർക്കും സഹിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഞങ്ങൾക്ക് ചൂട് പകൽ വലിയ കുഴപ്പമില്ലെന്ന് വെച്ചാൽ പകൽ നല്ല വെയിലാണ്, അകത്തിരിക്കുമ്പോൾ ഫാനിൻ്റെ കീഴിൽ ഇരിക്കാം. പക്ഷെ രാത്രി ആകുമ്പോഴത്തേക്കിന് ഭയങ്കര ചൂടാണ് കേട്ടോ. രാത്രി നല്ല ചൂടാണ്. ഫാനിൻ്റെ ഒക്കെ കാറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുന്നത്, ചൂട് കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ, അതാ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കറണ്ട് പോക്കുണ്ട് കേട്ടോ. 2 പ്രാവശ്യമൊക്കെ പോയി വന്ന്. അപ്പോൾ ദേ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു വിശറി ഉണ്ടോ, നമ്മുടെ പൊങ്കാലയ്ക്ക് കിട്ടിയതാണേ. അതിപ്പോൾ തൂത്തപ്പോൾ തറയിൽ കിട്ടിയതാണ് കേട്ടോ. പക്ഷേ അത് കേശപ്പൻ അവിടെ ഇവിടെ കൊണ്ടിടുന്നേ. ഇവനെ രാത്രിയിൽ നമുക്ക് ഉപയോഗമുണ്ട്. കറണ്ട് പോകുമ്പോൾ ഇതിനെ എടുത്ത് നേരെ സിറ്റൗട്ടിൽ പോക്കലാണ്. പോയി ഇരിക്കും, അവിടെ കിടക്കും, അതൊക്കെയാണ് ജോലി. അതുകൊണ്ട് അവനെ ഇപ്പോൾ കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തൂത്തപ്പോൾ കിട്ടി എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മഴക്കാലമല്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ പൊങ്കാലയുടേത് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും ഇതുപോലെ. കേശപ്പൻ എടുത്ത് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളയുന്നതാണ്. അപ്പം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ എവിടെയൊക്കെ എടുത്ത് വെച്ചിട്ട് തൂക്കലും പറക്കലും ഒക്കെയാണ് കേട്ടോ. അതേ കേശപ്പൻ ഹായ് പറഞ്ഞിട്ട് പോകുന്നുണ്ടോ. വീഡിയോ എവിടെ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് പോകുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ വന്ന് കാണിക്കും. ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും കാണുന്നത് ഇങ്ങനത്തെ കോക്കാമ്പിച്ചൊക്കെ എന്തെങ്കിലും കാണിക്കുന്നതൊക്കെ കേട്ടോ. അങ്ങനെ അകത്തൊക്കെ തൂത്തിറങ്ങി നേരെ പിന്നെ വെളിയിലോട്ട് വന്നു. വെളിയിൽ പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അകത്തുനിന്ന് തൂത്തിറക്കുന്നതും പിന്നെ പറന്ന് വരുന്ന എന്തെങ്കിലുമൊക്കെ മാത്രമേ കാണുകയുള്ളൂ. തൂക്കുമ്പോൾ പിന്നെ മിറ്റവും കൂടി തൂക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതേ മിറ്റവും കൂടിയൊക്കെ അങ്ങ് തൂത്തു. വെളിയിലോട്ടൊക്കെ ഇങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേനെ വിയർത്ത് കുളിച്ചിങ്ങ് കയറി വരും കേട്ടോ. ആ ഒരു അവസ്ഥയാണ് ഇപ്പം. കേരളം മൊത്തത്തിൽ ചൂടെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വയനാടും ഇടുക്കിയോ അവിടെ മാത്രമേ ഉള്ളൂ ചൂട് ഇച്ചിരി കുറവുള്ളത്. ബാക്കി മൊത്തം നല്ല ചൂടാണ്. അപ്പം വലിയ മഴയും കാറ്റും ഒക്കെ വരാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഫ്രണ്ടൊക്കെ തൂത്ത് വാരിയിട്ട് നേരെ പിന്നെ ബാക്ക് സൈഡിൽ വന്നു. ബാക്ക് സൈഡിൽ തൂത്ത് വാരിയതൊക്കെ കൊണ്ടിട്ടിട്ട് ഇപ്പം നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുന്നത് അറിയാമല്ലോ, ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിലും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പ് രാവിലെയൊക്കെ ആയിരിക്കും കൂടുതൽ കത്തിക്കുന്നത്. വൈകുന്നേരം പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ അടുപ്പിലൊന്നും വെക്കാൻ കാണത്തൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത് രാത്രിയിലല്ലേ. അപ്പം ഇടയ്ക്കൊരു ദിവസം വൈകുന്നേരത്ത് ഒരു 4-5 മണി സമയത്ത് നമ്മൾ കപ്പയും തലക്കറിയും വെച്ചിരുന്നു. അത് ഞാനിവിടെ വെളി വെച്ച് കേട്ടോ. അല്ലാതെ രാവിലെ തന്നെ ആയിരിക്കും എല്ലാ കുക്കിങ്ങും. അപ്പോൾ വൈകുന്നേരത്ത് ഇങ്ങനെ തൂത്ത് വരുമ്പോഴത്തേക്കിന് ഇവിടെ അടുപ്പിൽ ആ ചാരവും അവിടെ ഇരിക്കുന്ന എല്ലാം അങ്ങ് വൃത്തിയാക്കി വെച്ചിട്ട് പോകും കേട്ടോ. അപ്പോഴാണെങ്കിൽ രാവിലെ എണീറ്റ് വന്ന് കത്തിക്കാൻ നേരത്തെ എളുപ്പം. അപ്പോഴും പിന്നെ ചാരം ഇങ്ങനെ തൂക്കാനും വാരാനും ഒന്നും നിൽക്കണ്ടല്ലോ, നല്ല വൃത്തിയായി കിടന്നോളുമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വൈകുന്നേരത്തെ തൂപ്പിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഈ ഒരു ജോലിയും കൂടെ ഉണ്ട്. ചാരമൊക്കെ വാരിക്കളഞ്ഞ് അവിടെ എല്ലാം വൃത്തിയാക്കി ഇടും കേട്ടോ. അപ്പോൾ വിറകും കാര്യങ്ങളും ഒന്നും ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടില്ല. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ആ ഒരു കാർ പോർച്ച് പോലെയുണ്ട്, അവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് വല്ല മഴ വല്ലതും പെയ്താൽ തന്നെയും നനയാതെ അവിടെ അങ്ങ് ഇരുന്നോളും. കത്തിക്കാൻ സമയത്ത് ഒരു ആവശ്യത്തിന് 3-4 ഇവിടെ കൊണ്ടുവന്ന് വെക്കും, അങ്ങ് കത്തിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ ചാരം എല്ലാം അങ്ങോട്ട് വാരിക്കളഞ്ഞ് ആ ഒരു കവറിനകത്ത് കുറേ പൊടി വിറകുകളാണ്. ആ വിറകൊന്നും ഞാൻ കളയാതെ കവറിൽ കെട്ടി വെച്ചേക്കുക. നമ്മൾ ഫസ്റ്റ് തീ കത്തിക്കുമ്പോൾ അത് വെച്ച് കത്തിച്ചാൽ പെട്ടെന്ന് അങ്ങ് കത്തിക്കോളും. അങ്ങനെ അവിടെ എല്ലാം തൂത്തൊക്കെ വാരി. പിന്നെ അതേ നമ്മുടെ മുറം ഞാൻ പറഞ്ഞില്ല 2 ദിവസം മുമ്പ് കപ്പ വെച്ചതാണ്. കപ്പ പൊളിച്ചിട്ട് ഇതിനകത്ത് തൊലിയൊക്കെ ഇട്ട് വെച്ചിരുന്നു. ആ തൊലി ഈ മുറത്തിലിരുന്നിട്ട് വെയിൽ കാരണം നല്ലപോലെ ഉണങ്ങിയായിരുന്നേ. അതിനെ ഞാൻ എന്ത് ചെയ്തു, നേരെ തീ കത്തിച്ചപ്പോഴത്തേക്കിനും അതിനകത്തിട്ട് അങ്ങ് കത്തിച്ച്. അങ്ങനെ മുറമൊക്കെ ഇപ്പോഴാണ് കഴുകി വെക്കുന്നത് കേട്ടോ. അതിനകത്ത് കുറച്ച് മണ്ണും ഒക്കെ ഇരുന്ന് പിന്നെ ആ മുറമൊക്കെ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നേരെ പോയി കുളിച്ചിട്ടിങ്ങ് വന്നു കേട്ടോ. നല്ല ചൂട് വെള്ളത്തിലാണ് കുളിക്കുന്നത് കേട്ടോ. കാര്യം ടാങ്ക് ഇരിക്കുന്നിടത്ത് നല്ല വെയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നല്ല ചൂട് വെള്ളത്തിലാണ് കുളിക്കുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ നേരെ വിളക്കൊക്കെ കഴുകാൻ വേണ്ടി കൊണ്ടുപോയി വെളിയിൽ വെച്ച് കഴുകാനൊക്കെ ഉണ്ട്. ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്താൽ മതി, വിയർത്തങ്ങ് കുളിക്കും. ഇപ്പോൾ വിളക്ക് തേച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും നല്ലപോലെ ചൂടെടുത്ത് വിയർക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിളക്ക് കഴുകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പീതാംബരപ്പൊടി വെച്ചിട്ടാണ്. ഞാൻ ഈ ഒരു പൊടി കുറേ അന്വേഷിച്ചിട്ട് പിന്നെ നമ്മുടെ അടുത്തുള്ള ഓറഞ്ചിൽ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. നല്ല പൊടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഭയങ്കര ബലമായിട്ടൊന്നും കഴുകൊന്നും വേണ്ട, സ്ക്രബ്ബർ വെച്ച് തന്നെയാണ് കഴുകുന്നത് കേട്ടോ. അതിനകത്ത് വെച്ച് ആദ്യമേ ഒന്ന് കഴുകും, പിന്നെ കുറച്ച് സോപ്പ് പൊടി എന്തെങ്കിലും കൂടി ഇട്ടൊന്ന് കഴുകും കേട്ടോ. നല്ലപോലെ ക്ലീൻ ആവുകയെ, നല്ലപോലെ വൃത്തിയാകും. നേരത്തെ ഞാൻ ഈ നമ്മുടെ ഇഷ്ടികയൊക്കെ പൊടിച്ചൊക്കെ തേക്കുമായിരുന്നു കേട്ടോ. പുളി എല്ലാം വെച്ച് എല്ലാ പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വിളക്കെന്ന് പറഞ്ഞാൽ എനിക്ക് കല്യാണത്തിന് അമ്മ വാങ്ങി തന്ന വിളക്കാണ്. വിളക്കും തട്ടും ഒക്കെ നമുക്കിങ്ങനെ കല്യാണത്തിന് കിട്ടുമല്ലോ, തരുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നതാണ് കേട്ടോ ഈ വിളക്ക്.
തട്ടവും കിണ്ടി. അപ്പം അന്ന് മുതലേ ഞങ്ങൾ വിളക്ക് കത്തിക്കുന്നത് ഈ ഒരു വിളക്കിലാണ് കേട്ടോ, വേറെ വിളക്കില്ല ഞങ്ങൾക്ക്. അങ്ങനെ വിളക്കൊക്കെ തേച്ച് നേരെ കൊണ്ടുപോയി. പിന്നെ എല്ലാ ദിവസവും കറക്റ്റായിട്ട് വിളക്കൊക്കെ കത്തിക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് വേണം എനിക്ക് പറയാൻ കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തിലിരിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ വിളക്ക് കത്തിക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലെന്തെങ്കിലും കിടക്കുന്നെങ്കിൽ വിളക്ക് കത്തിക്കാനൊന്നും തോന്നത്തില്ല. മറ്റെന്തെങ്കിലും ജോലി ചെയ്യാനൊക്കെ തോന്നാത്തതുപോലെ തന്നെ വിളക്ക് കത്തിക്കാനൊന്നും തോന്നത്തില്ല കേട്ടോ. അപ്പം ഭയങ്കര വിശ്വാസമാണ്, അമ്പലങ്ങളിൽ പോവും, ഇതെല്ലാം ദൈവവിശ്വാസം എല്ലാം ഉണ്ട്. എങ്കിൽ പോലും വിളക്ക് കത്തിക്കുന്ന കാര്യത്തിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പം ചിലപ്പം എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുമായിരിക്കും കേട്ടോ. മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എനിക്കുണ്ടെങ്കിൽ ഞാൻ അപ്പോഴും വിളക്ക് കത്തിക്കാനോ ഒന്നിനും നിൽക്കാറില്ല കേട്ടോ. അപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം വിളക്ക് കത്തിച്ച് ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും എനിക്കില്ല കേട്ടോ. ഇപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനാണെങ്കിൽ ഒരുപാട് നേരം നിന്ന് പ്രാർത്ഥിക്കുക കാര്യമൊന്നുമില്ല, കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിക്കും, തിരിച്ചിങ്ങി വരും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതേ വിളക്ക് കത്തിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ വിയർത്ത് കുളിച്ചപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മുടെ അമ്പലത്തിലെ പോറ്റിമാരുടെ അവസ്ഥ എന്തായിരിക്കും കേട്ടോ. കുറച്ച് സമയം അവിടെ ഇന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കിനെ. അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ബായ്.